ഇതാണ് ശരിക്കും ബ്ലാസ്റ്റ്. ആദ്യത്തെ 15 മിനിറ്റ് സംസാരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൊത്തം ഒരു 1.5 മണിക്കൂർ വെറും എന്നുള്ള സൗണ്ടുള്ള ആക്ഷൻ അല്ലാണ്ട് വേറെ ഒന്നും ഇതിലില്ല. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവും റെയ്ഡ് 2, നൈറ്റ് കംഫോറസ്, ജോൺ വിക്ക്, കില്ല്. ഇതെല്ലാം വീണ്ടും കാണാൻ എന്താണ്, അതിലെ നായകന്മാരോ അതിലെ കഥയോ കൊണ്ടല്ല, അതിലെ നായകൻ ആക്ഷൻ ആയതും കൊണ്ടാണ്. കഥ എന്ന് പറയാനൊന്നുമില്ല. മകളെ വില്ലന്മാര് തട്ടിക്കൊണ്ടുപോയി, രക്ഷിക്കാൻ അച്ഛൻ പിറകെ ഓടുന്നു. കഥ ഇത്രേ ഉള്ളൂ. ഇത് പറയുന്നത് ഒരു കഥയല്ല, ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിലെ സംവിധായകരായ കെഞ്ചി ആക്ഷൻ ചെയ്ത സിനിമകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ദ ബ്ലേഡ്, ലെജൻഡ് ഓഫ് ഫിസ്റ്റ്. ഇതിലെല്ലാം ആക്ഷൻ ഒരു ഡാൻസ് പോലെയാണ്. ഓരോ പഞ്ചിനും ഓരോ മീനിങ് ഉണ്ട്, ഓരോ കിക്കിനും ഓരോ ഇമോഷൻസ് ഉണ്ട്. ഫൈറ്റ് അവസാനിക്കുമ്പോൾ വില്ലൻ തോൽക്കുക മാത്രമല്ല ക്യാരക്ടർ അടക്കം മാറുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഫൈറ്റ് അടക്കം കഥ പറയുന്നത്. ഹോളിവുഡ് സിനിമയിലെ ഫൈറ്റ് എങ്ങനെയാണ്? കട്ട് 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 കട്ട്, ക്യാമറ ഷേക്ക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, CGI എല്ലാം കൂടി നിറച്ച് ഒരു അവിയിൽ പരിവാവും. പക്ഷെ ചൈനീസ് മൂവീസിൽ അങ്ങനെ ആയിരിക്കില്ല. ഒറ്റ ഷോട്ടിൽ തന്നെ 5 മിനിറ്റിന്റെ ഫുള്ള് സ്റ്റണ്ടും കാണിക്കും. എന്തും കൊണ്ടാണ്? അത് റിയൽ ആണ്. അതുകൊണ്ടാണ് ബ്രൂസ് ലീന്റെ, ജാക്കി ചാന്റെ സിനിമകളൊക്കെ ഇപ്പോഴും നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? അത് റിയൽ ആണ്. ഹോങ്കോങ്ങിലെ ആക്ഷൻ ഡയറക്ടറായ കെഞ്ചി തെനിഗക്കി, അദ്ദേഹം ആക്ഷൻ മാത്രമല്ല 4-5 സിനിമ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ തന്നെയാണ് ഈ ദ ഫ്യൂരിയസ്. പക്ഷെ അതിൽ ഇന്തോനേഷ്യൻ ആക്ടറാണ് അഭിനയിച്ചതും കൊണ്ട് ഇതൊരു ഇന്തോനേഷ്യൻ സിനിമയാണെന്ന് പലരും വിചാരിക്കുന്നത്. ഹോളിവുഡ് സിനിമയിൽ വയലൻസ് കാണിക്കുക ചെയ്യുക, പക്ഷെ ഇവിടെ വയലൻസ് നമുക്ക് പേഴ്സണലി അനുഭവിപ്പിക്കും. സമീപകാലത്ത് ആക്ഷനിൽ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച സിനിമ ഏതാണ്? ദ റെയ്ഡ് ആണ്. ആ സിനിമയിൽ പുതിയ റൂൾ ഉണ്ടാക്കി. സ്റ്റോറി കുറവ്, ഇമ്പാക്ട് കൂടുതൽ. ഫ്യൂരിയസും അതേ ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത്. ഡയലോഗേ ഇല്ല, മൂവ്മെന്റ്സ് ആണെങ്കിൽ കൂടുതലും. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 2 പേര് അടി കൂടുന്നു. പക്ഷെ ഇവിടെ ഫൈറ്റ് അങ്ങനെയല്ല. ഒരാൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, ഒരാള് കൊല്ലാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആണ്. ഡയലോഗ് ഇല്ലാത്ത കോൺവെർസേഷൻ ആണ്. ജോൺ വിക്ക് എന്താണ്? സ്റ്റൈല്, സ്യൂട്ട്, ലൈറ്റ്നിങ്, കോൺഫ്ലിക്റ്റ്. എന്നാൽ ഫ്യൂരിയസ് സിനിമയിലോ വയർപ്പ്, വയലൻസ്, ചോര, എക്സോഷൻ. ഇവിടെ നായകൻ ജോൺ വിക്ക് പോലെ ഒരു സൂപ്പർ ഹ്യൂമൺ ഒന്നും അല്ല. അയാൾക്ക് വീക്ക്നെസ് ഉണ്ട്, വയ്യാണ്ടാവുണ്ട്, എന്നാൽ വിജയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ടോം ക്രൂയിസിന്റെ സിനിമകൾ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത്. കാരണം ടോം ക്രൂയിസ് ലാസ്റ്റ് വരെയും തോറ്റും കൊണ്ടേയിരിക്കും, ഓടിയും കൊണ്ടേയിരിക്കും. പക്ഷെ ലാസ്റ്റ് എങ്ങനെയായാലും ടോം ക്രൂയിസ് അയാളുടെ സിനിമകളിൽ ജയിക്കും. അതാണ് പഴയ ടോം ക്രൂയിസ് സിനിമകൾ നമ്മൾ ഇപ്പോഴും കാണുന്നത്. പിന്നെ ഈ സിനിമയിലെ ജോണർ നമുക്ക് നന്നായിട്ട് അറിയാം, ഇതൊരു മാർഷൽ ആർട്സ് സിനിമ തന്നെയാണ്. ഇവിടെ ഫൈറ്റ് ഒരു സ്കില്ലാണ്. ഹോളിവുഡിലോ ഫൈറ്റ് ഒരു എഫക്റ്റ് ആണ്. അതുകൊണ്ട് സ്കില്ലാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് ഈ സിനിമ കാലങ്ങളോളം ഓർക്കപ്പെടും. ഈ സിനിമയിലെ ഹീറോ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, വേദനയുണ്ട്, വിശ്വസനീയവുമാണ്. അയാളുടെ ബ്രീത്തിങ് മാറുന്നു, പേടി വരുന്നു, അതാണ് റിയൽ. ഇതിലെ ഡയറക്ടറായ കെഞ്ചി തെനഗാക്കി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആളുകൾ ജസ്റ്റ് ഒരു ഫൈറ്റ് മാത്രം കണ്ടാൽ പോരാ, ആളുകൾ ഇമോഷൻസ് കാണണം, അതാണ് നല്ലൊരു സിനിമ. ഇതേ ഡയലോഗ് വേറൊരു രീതിയിൽ നമ്മുടെ രാജമൗലിയും പ്രശാന്ത് നീലും പറഞ്ഞിട്ടുണ്ട്. ആക്ഷനും ഇമോഷൻസും ഡിഫറെന്റ് അല്ല, അത് രണ്ടും ഒരേതാണ്. ഇമോഷൻസ് ഉണ്ടെങ്കിൽ നല്ല ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. Emotion and action are not two different things. Every action sequence has emotion running through it. Emotion that's inbuilt, and you understand that emotion. And അത് തന്നെയാണ് രാജമൗലിയും പ്രശാന്ത് നീലും ഇത്രയും വലിയ സക്സസ് ആയിട്ട് നിൽക്കുന്നത്. വയലൻസ് നമുക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടാവുന്നത്? കാരണം വയലൻസ് ഒരു ജസ്റ്റിസ് ആണ്. അവിടെ ഒരു തീർപ്പ് നമുക്ക് തരുന്നുണ്ട്. അവിടെ വില്ലൻ തോൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഡോപ്പമൈൻ്റെ അളവ് കൂടി വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് റിവഞ്ച് സ്റ്റോറി നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത്. ഉദാഹരണത്തിന് സൂപ്പർ ഗേൾ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്, അതെടുത്ത് നോക്കിക്കോളൂ. അച്ഛനെ കൊന്നതിന്റെ മകളുടെ കഥ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. പക്ഷെ അതൊരു സൂപ്പർ ഗേൾ വേറൊരു യൂണിവേഴ്സ് രീതിയിൽ വലുതാക്കി കാണിച്ചു എന്ന് മാത്രം. പലരും പറയുന്നുണ്ട് ഫ്യൂരിയസ് ഒരു നല്ല അടിപൊളി ആക്ഷൻ സിനിമയാണ് എന്നാണ്. ഇതൊരു ആക്ഷൻ സിനിമയല്ല, ആക്ഷനിലൂടെ പറഞ്ഞ ഒരു ഡ്രാമ സിനിമയാണ്. കാരണം വെറും അടിപിടിയായാൽ അത് ഓർമ്മയിൽ നിൽക്കില്ല. റെയ്ഡ് ഇപ്പോഴും ഓർക്കുന്നത് എന്താണ്? അവിടെ ഇമോഷൻസ് ഉണ്ട്, അതിനുശേഷമാണ് ഫൈറ്റ് വരുന്നത്. അതുകൊണ്ടാണ് റെയ്ഡ് ഇന്നും ജീവിക്കുന്നത്, ജോൺ വിക്കും ജീവിക്കുന്നത്, ദ കില്ലും ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂരിയസ് ഇനി ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യും. കാരണം ഫാമിലി സിനിമ എടുക്കുമ്പോൾ അതിൽ ഹിറ്റ് ഫാക്ടർ വളരെ കൂടുതലായിരിക്കും. ബ്ലാസ്റ്റ് എടുത്തോളും, അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ബ്ലാസ്റ്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഏറ്റവും വലിയ സക്സസ് ആയത്. ദൃശ്യം അതുപോലത്തെ ഒരു കഥ തന്നെയാണ്. ഇപ്പൊ പഴയ ബ്രൂസ് ലീന്റെ സിനിമ എടുത്ത് നോക്കിയോളൂ, എൻ്റർ ദ ഡ്രാഗൺ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അവസാനം ഇറങ്ങിയ ഏറ്റവും സക്സസ്ഫുൾ സിനിമയാണ്. എന്താണ്? അനിയത്തിയെ കൊന്നു, അതുപോലെ തന്നെ കുടുംബത്തെ എല്ലാവരെയും കൊന്നു. അത് ആരെ കൊന്നെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു, അവരെല്ലാവരും അദ്ദേഹം നിലംപരിശാക്കി. 1970 ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോഴും അത് കാണുന്നില്ലേ? ലിയോ സിനിമ എടുത്ത് നോക്കിക്കോളൂ, അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ എന്തും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം വലിയ വയലന്റായി, ലിയോ ദാസായി,
പിന്നെ മൊത്തം കശ പിശിയാക്കി വെട്ടി നുറുക്കി എല്ലാത്തിനെയും കൊന്നില്ലേ. അതാണ് നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിലായ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം ആ ഫാമിലി നിലനിർത്താൻ എന്തും ചെയ്യും. അതൊരു മനുഷ്യ സഹജമാണ്. അത് തന്നെയാണ് ഈ സിനിമകളൊക്കെ വിജയിക്കാനും കാരണം.